നമ്മുടെ നാട്ടിലുള്ള ഇലക്ട്രിക് പോസ്റ്റിലൊക്കെ ചില അഡ്വർടൈസ്മെന്റ് ഒക്കെ കാണാനായിട്ട് വരും, റൈറ്റ്? സോ അങ്ങനെ നിങ്ങൾ ഇന്ന് കാണുന്ന ഒരു അഡ്വർടൈസ്മെന്റ്, ഓൾ ഇന്ത്യ പ്രഗ്നന്റ് ജോബ് സർവീസ്. പ്രഗ്നന്റ് ആവാത്ത വുമണെ പ്രഗ്നന്റ് ആക്കുകയാണെങ്കിൽ 13 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ഈവൻ നിങ്ങളെ കൊണ്ട് ആക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ കോൺട്രിബ്യൂട്ട് ചെയ്തതിന് വേണ്ടിയുള്ള ഒരു റിവാർഡ് കിട്ടും എന്ന് പറഞ്ഞ ഒരു നമ്പർ മെൻഷൻ ചെയ്തതാണെങ്കിൽ നിങ്ങൾ അതിനെ എങ്ങനെ കാണും, എങ്ങനെ അപ്രോച്ച് ചെയ്യും? ഇവിടെ ബീഹാറിൽ നടന്ന ഒരു സ്കാമിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. ബീഹാറിൽ ഇതുപോലുള്ള ഒരു സ്കാം, അതായത് ഓൾ ഇന്ത്യ പ്രഗ്നന്റ് ജോബ് സർവീസ് എന്നുള്ള ഒരു ജോബ് ടൈറ്റിൽ വെച്ചുകൊണ്ട് നടത്തിയ ഒരു സ്കാമിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അവിടെ എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ കുറച്ച് പേരെ ടാർഗറ്റ് ചെയ്ത് വാട്സപ്പ്, ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ത്രൂ ഇങ്ങനെ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യണം. ഓൾ ഇന്ത്യ പ്രഗ്നന്റ് ജോബ് സർവീസ്, പ്രഗ്നന്റ് ആവാത്ത വുമണെ പ്രഗ്നന്റ് ആക്കുകയാണെങ്കിൽ 13 ലക്ഷം രൂപ റിവാർഡ് കിട്ടും. ആൻഡ് ഈവൻ നിങ്ങൾ ട്രൈ ചെയ്തിട്ടും ആയില്ല എന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള റിവാർഡ് കിട്ടും. ആർ യു ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് കുറച്ച് പേരിലൊക്കെ പോകണം. സോ ഇത് കേട്ട് കഴിയുന്ന ഇത് കാണുന്നവർ ചിലവർ ഇഗ്നോർ ചെയ്യും, ബട്ട് ചിലവർ ഓക്കെ മണി എന്ന് പറഞ്ഞ് പോയവരുണ്ടാവാം. അങ്ങനെ പോയി ഏകദേശം 25ഓളം പേരും പറ്റിക്കപ്പെട്ടു. സോ ഇതെങ്ങനെ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവർ പറയണോ പ്രഗ്നന്റ് ആവാത്ത വുമണെ പ്രഗ്നന്റ് ആക്കുന്ന ഒരു പ്രോസസ്സാണ്, ഇത് ഒരു ജോലിയാണ്, ഇതിന് നിങ്ങൾക്ക് ഇത്ര റിവാർഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ മെസ്സേജ് അയക്കണം. അതിനുശേഷം ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞതിന് ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കണം, കുറച്ച് സ്ത്രീകളുടെ ഫോട്ടോസൊക്കെ. ഞാൻ വായിച്ചിടത്തോളം അതൊക്കെ AI ജനറേറ്റഡ് ഇമേജസ് ആയിട്ടാണ് ഞാൻ വായിച്ചിടത്തോളം കണ്ടത്. ലൈക്ക് നമ്മളൊരു playground.ai നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്ലാറ്റ്ഫോം, ഒരു വെബ്സൈറ്റ് ആണ്. അവിടെ നമ്മുടെ പ്രോംപ്റ്റ്, നമ്മുടെ ഒരു ടെക്സ്റ്റ് പ്രോംപ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ടെക്സ്റ്റിൽ നമ്മുടെ ഇമാജിനേഷനിൽ എന്താണോ ഉള്ളത് അത് നമ്മുടെ ടെക്സ്റ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു ബോയ് ഓർ ഗേളിനെ കുറിച്ചോ എന്തെങ്കിലും അവരെ വർണ്ണിക്കുന്ന പോലെ, അവരുടെ മുടി ഇങ്ങനെ വേണം, അവരുടെ ഡ്രസ്സ് ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു പ്രോംപ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതേപോലുള്ള ഇമേജസ്, AI ജനറേറ്റഡ് ഇമേജസ് നിങ്ങൾക്ക് കിട്ടും. അത് നമുക്ക് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ അഗൈൻ റീജനറേറ്റ് ചെയ്യാം. സോ ഇങ്ങനെയുള്ള കുറച്ച് AI ജനറേറ്റഡ് ഇമേജസ് ആണ് ഈ പറ്റിക്കപ്പെട്ടവർക്ക് അയച്ചു കൊടുത്തത് എന്നാണ് വായിക്കാനായിട്ട് പറ്റിയത്. അതിലുമേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ വുമണിനും ഓരോ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഇവരെ സ്കാം ചെയ്യുന്ന എല്ലാവരും തന്നെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നുള്ള ഒരു പേരിലാണ് സ്കാം ആയിരുന്നത് കേട്ടോ. അല്ലാതെ ഈ റിവാർഡ് തരാമെന്ന് പറഞ്ഞ് തരാതിരിക്കുന്നത് ഇതല്ല സ്കാം. ആക്ച്വലി നടക്കുന്ന സ്കാം ആക്ച്വലി ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന പേരിലാണ് സ്കാം. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഫോട്ടോസ് അയച്ചു കൊടുക്കണോ, അതിൽ ഈ വുമൺ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇത്ര സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, അടുത്ത വേറെ വുമൺ ആണെങ്കിൽ അത് മാറും എന്ന് പറഞ്ഞ് സ്കാം ചെയ്ത് ഏകദേശം 5 മുതൽ 25,000 വരെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വേരി ആവുന്നുണ്ട് എന്ന് നമുക്ക് വായിക്കാനായിട്ട് പറ്റി. 5 മുതൽ 20,000 വരെ. എൻ്റെ അതിൽ ഏകദേശം 25ഓളം ആൾക്കാർ ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അയച്ചു കൊടുത്തിട്ട് എപ്പോഴാണ് ഞാൻ വരേണ്ടത് എന്ന് പറഞ്ഞ് കാത്തിരുന്ന് അവസാനം അവർ പറ്റിക്കപ്പെട്ടു. സോ ഇതെങ്ങനെയാണ് പുറത്തു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബീഹാറിലുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയ ഒരു റൈഡിൽ, നവാഡ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നടത്തിയ ഒരു റൈഡിൽ കല്യാൺ ആനന്ദ് എന്ന് പറഞ്ഞ SI പറഞ്ഞ ഒരു കാര്യം കൂടിയാണ്. ആൻഡ് ഇതിൽ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 8 പേർ പിടിക്കപ്പെടുന്നു, അറസ്റ്റ് ആവുന്നു. അവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺസ്, പ്രിന്റേഴ്സ് ഒക്കെ പോലീസ് കണ്ടെത്തുന്നു. ആൻഡ് ആ ഒരു SI പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾ ഇന്ത്യ കൺട്രി വൈഡ് സൈബർ സ്കാംസ് നടത്തുന്ന കുറച്ച് ടീമുകളാണ്, കുറച്ച് പേഴ്സൺസ് ആണ് ഇവർ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കേരളത്തെ ഒരാൾ ഇങ്ങനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ, കേരളത്തെ ഒരു അഡ്വർടൈസ്മെന്റ് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും വിശ്വസിക്കില്ല, റൈറ്റ്? ബട്ട് നോർത്തേൺ സൈഡിൽ എന്തുകൊണ്ടാണ് ഇത് വിശ്വസിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാവാനുള്ള ടെക്നോളജി വളരും തോറും ഇതുപോലുള്ള സ്കാമുകളും ഈക്വൽ വളർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. സോ ഇത് വായിച്ചു കഴിയുമ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടും തോന്നി. ബട്ട് ഇങ്ങനെയൊക്കെ സ്കാം നമ്മുടെ അവിടെ നടക്കുന്നുണ്ടോ? ലൈക്ക് പ്രഗ്നന്റ് ആവാത്ത വുമണെ പ്രഗ്നന്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 13 ലക്ഷം രൂപ തരാം, അല്ല നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ ഞാൻ തരാം, നിങ്ങളൊന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യും എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോവോ? ഇല്ല, റൈറ്റ്? ബട്ട് അങ്ങനെ പോയി പറ്റിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, ബട്ട് കുറച്ച് അവെയർ ആക്കണം എന്ന് തോന്നി. സോ ഈ വീഡിയോ അതിനുവേണ്ടി മേക്ക് ചെയ്തായിരുന്നു. എൻഡ് ഓഫ് ദി ഡേ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരാൾ നിങ്ങളോട് അപ്രോച്ച് ചെയ്യണം, ഇങ്ങനെ ഒരു എമൗണ്ട് തരാം, പ്രഗ്നന്റ് ആവാത്ത വുമണെ പ്രഗ്നന്റ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു റിവാർഡും തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഗ്യാങ്ങിൽ തന്നെ ഒരു ഫ്രണ്ട് ഉണ്ടാവും, ഇത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാടി കയറി പോകുന്ന ഒരു ഫ്രണ്ട്, അവർക്ക് വന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക.
സോ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുള്ളൂ, ഇതുപോലുള്ള മോർ അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫൺ ആയിട്ടുള്ള ഒരു വീഡിയോസിന് വേണ്ടി. സോ അടുത്ത നല്ലൊരു വീഡിയോയിൽ വന്ന് കാണാം. അതുവരെ